എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അടുത്ത രാവിൽ ഷഹ്റസാദ് മറ്റൊരു കഥ പറയാൻ തുടങ്ങി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബസ്രയിൽ സെയ്ൻ എന്നു പേരായ ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായിരുന്നു. സുമുഖനായ ഒരു യുവാവ്. പക്ഷേ ധാരാളിത്തത്തിന്റെ കാര്യത്തിൽ യുവരാജാവ് ചരിത്രം സൃഷ്ടിച്ചു. സേവ പറഞ്ഞു പറ്റിക്കൂടിയ സ്നേഹിതന്മാർക്കും അഴിഞ്ഞാട്ടക്കാരികളായ പെണ്ണുങ്ങൾക്കും വേണ്ടി പണം വെള്ളം പോലെ ചെലവഴിച്ചു. ചോദിക്കുന്ന വില കൊടുത്ത് അന്തഃപുരത്തിലേക്ക് സുന്ദരികളെ വാങ്ങിക്കൂട്ടി. പൂർവ്വ പിതാമഹന്മാർ സമ്പാദിച്ചതെല്ലാം കുറഞ്ഞൊരു നാളുകൾക്കുള്ളിൽ ചെലവാക്കി. ഖജനാവ് തീർത്തും ശൂന്യമാവുക തന്നെ ചെയ്തു. ഒരു ദിവസം മന്ത്രി സുൽത്താനെ താണു വണങ്ങി. പിറ്റേന്നു രാവിലെ അമൃതയത്തിനുള്ള വകയുണ്ടാക്കാൻ പണമില്ലെന്നറിയിച്ചു. ഹിതകരമല്ലാത്ത വാർത്ത അറിയിച്ചതിൻ്റെ പേരിൽ തന്നോട് നീരസം തോന്നുമെന്ന് ഭയന്ന് മന്ത്രി പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. കുറെ കൂടി സൂക്ഷിച്ച് ചെലവാക്കേണ്ടതായിരുന്നു എന്ന് സുൽത്താന് തോന്നി. എങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. ഇനി രാജ്യവും അന്തഃപുരവുമെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുക തന്നെ. ദരിദ്രവാസിയായ രാജാവിനെ ആരു മാനിക്കും? തെരുവ് തണ്ടിയേക്കാൾ ഹീനമായ അവസ്ഥയാണ് തൻ്റേത്. ദാരിദ്ര്യത്തെക്കാൾ മരണമാണ് അഭികാമ്യം. ഇങ്ങനെ പലതും ആലോചിച്ചിരുന്ന് സന്ധ്യയായപ്പോൾ ആരും അറിയാതെ വേഷം മാറി നാടുവിടാനൊരുങ്ങി. പുറത്തിറങ്ങാൻ ഭാവിച്ചപ്പോഴാണ് മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ നൽകിയിരുന്ന ഉപദേശം ഓർമ്മ വന്നത്. മോനെ, എന്തെങ്കിലും ജീവിതം ക്ലേശകരമെന്ന് തോന്നുമ്പോൾ എൻ്റെ ഗ്രന്ഥപുരയിൽ അന്വേഷിക്കണം. നിനക്കായി ഒരു നിധി ഞാൻ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സെയ്ൻ ഉടനെ ഗ്രന്ഥപുരയിലേക്ക് പാഞ്ഞു. സന്തോഷത്താൽ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വാതിൽ തുറന്നു. അവിടെയുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾക്കിടയിൽ പരിശോധിച്ചു. കയ്യെഴുത്തു പ്രതികളും പുരാതന രേഖകളും വാരിവരിച്ചിട്ടു. ഒരിടത്തും നിധി പോയിട്ട് ഒരു വെള്ളി നാണയം പോലും കണ്ടില്ല. ഒടുവിൽ ദേഷ്യത്തോടെ മുക്കിനും മൂലയ്ക്കുമൊക്കെ പരതിയപ്പോൾ ഒരു ചെമ്പുപേടകം കണ്ടെത്തി. അത് തുറന്നു. അച്ഛൻ്റെ മുദ്ര പതിച്ച ഒരു കടലാസ് അതിലുണ്ടായിരുന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഒരു കൂന്താലിയുമായി നിലവറ കുഴിച്ചു നോക്കണം, പിന്നെയെല്ലാം ദൈവനിശ്ചയം പോലെ വരും. സെയ്ൻ കൂന്താലിയെടുത്ത് പന്തത്തിന്റെ വെളിച്ചത്തിൽ നിലവറ കിളയ്ക്കാൻ തുടങ്ങി. കുറെ നേരം കിളച്ചിട്ടും ഒന്നും കിട്ടിയില്ല. വീണ്ടും കൂന്താലി കൊണ്ട് ആഞ്ഞു വെട്ടി. അത് ഒരു കല്ലിൽ തട്ടി. മണ്ണ് മാറ്റിയപ്പോൾ ഒരു വലിയ ശിലാഫലകം കണ്ടു. അതിനെ വലിച്ചു നീക്കി. അവിടെ താഴേക്കിറങ്ങാനുള്ള കൽപ്പടവുകൾ ഉണ്ടായിരുന്നു. പടവുകൾ ഇറങ്ങിച്ചെന്നത് വിശാലമായ ഹാളിലേക്കാണ്. സ്ഫടികവും മാർബിളും കൊണ്ട് നിർമ്മിച്ച ഭിത്തിയും മേൽക്കൂരയുമുള്ള മനോഹരമായ ആ ഹാളിന്റെ നടുക്ക് ഒരു മേശയും മേശമേൽ അമൃതശിലയിൽ കൊത്തിയെടുത്ത 10 ഭരണികളും ഉണ്ടായിരുന്നു. സുൽത്താൻ ഒരു ഭരണി തുറന്നു. അത് നിറയെ സ്വർണധൂളിയായിരുന്നു. രണ്ടാമത്തെ ഭരണി സ്വർണ നാണയങ്ങൾ കൊണ്ട് നിറച്ചിരുന്നു. ഇങ്ങനെ ഒന്നിടവിട്ട് സ്വർണധൂളിയും സ്വർണ നാണയങ്ങളും നിറഞ്ഞ ഭരണികൾ കണ്ടപ്പോൾ സുൽത്താന് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. ദാരിദ്ര്യത്തിന് പരിഹാരമുണ്ടായെന്ന ആശ്വാസത്തോടെ സെയ്ൻ ഹാളിന്റെ മുക്കും മൂലയും പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു ചെറിയ പെട്ടി കണ്ണിൽപ്പെട്ടു. അതിനുള്ളിൽ ഒരു താക്കോലുണ്ടായിരുന്നു. താക്കോൽ കൊണ്ട് തുറക്കേണ്ട വാതിൽ ഏതാണെന്ന് അന്വേഷിച്ചു. ചുമരിൽ ഒരു ചെറിയ ദ്വാരം കണ്ടു. അതിൽ താക്കോൽ കടത്തി തിരിച്ചപ്പോൾ വാതിലിന്റെ വലിപ്പത്തിൽ ഒരു വിടവ് പ്രത്യക്ഷമായി. അതിനപ്പുറം ഒരു ചെറിയ ഹാളാണ്. ഇന്ദ്രനീലം കൊണ്ട് തീർത്ത ചുമരുകളുള്ള ഹാളിന്റെ നടുക്ക് കട്ടിത്തങ്കത്തിലുള്ള പീഠവും പീഠത്തിനു മുകളിൽ 6 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. തൊട്ടു നോക്കിയപ്പോഴാണ് അറിയുന്നത് അത് ജീവനുള്ള പെൺകുട്ടികളല്ല, വെറും
പ്രതിമകളാണെന്ന്. രത്നക്കല്ലിൽ കൊത്തിയെടുത്ത ജീവൻ തുടിക്കുന്ന പ്രതിമകൾ. ഈ പ്രതിമകളുടെ കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് സെയിൻ അവ ഓരോന്നും സൂക്ഷിച്ചു നോക്കി. 6 അല്ല 7 പ്രതിമകളാണ് അവിടെ ഉണ്ടാവേണ്ടതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. 7 പ്രതിമകൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ആ പീഠത്തിലുണ്ട്. ഒരിടം ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ ഒരു പട്ടുതുണിയിൽ ഇപ്രകാരം ഒരു കുറിപ്പ് തുന്നിപ്പിടിപ്പിച്ചിരുന്നു: എൻ്റെ മോനെ, ഞാൻ വളരെ പരിശ്രമിച്ചാണ് ഈ പ്രതിമകളെ ശേഖരിച്ചു കൊണ്ടുവന്നത്. ഇവയോരോന്നും അതിമനോഹരമാണ്. പക്ഷേ ഇവയേക്കാൾ 1000 മടങ്ങ് മനോഹാരിതയുള്ള 1000 ഇരട്ടി വിലപിടിപ്പുള്ള ഒരു പ്രതിമ സ്ഥാപിക്കാനുള്ള സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു. ആ പ്രതിമ കണ്ടെത്താനുള്ള എൻ്റെ ശ്രമം വിജയിച്ചില്ല. കെയ്റോ നഗരത്തിൽ താമസിക്കുന്ന എൻ്റെ വിശ്വസ്തനായ അടിമ മുബാറക് വിചാരിച്ചാൽ അത് കണ്ടുകിട്ടും. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കും. ഇവയേക്കാൾ 1000 മടങ്ങ് ഭംഗിയുള്ള പ്രതിമയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ തീരൂ, സൈൻ തീർച്ചപ്പെടുത്തി. രാത്രി തന്നെ ആരും അറിയാതെ ഭരണികളിലെ സ്വർണം മുറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. അടുത്ത പ്രഭാതത്തിൽ സുൽത്താൻ ഉദ്യോഗസ്ഥന്മാരെയും സാമന്തന്മാരെയും വിളിച്ച് താൻ ഈജിപ്ത് സന്ദർശിക്കാൻ പോവുകയാണെന്നറിയിച്ചു. മടങ്ങി വരുന്നതുവരെ രാജ്യഭരണം നടത്താൻ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏതാനും അടിമകളുമായി സുൽത്താൻ കൈറോയിലേക്ക് പോയി. മുബാറക് എന്ന അടിമയെ കൈറോയിൽ എല്ലായിടത്തും അന്വേഷിച്ചു. ആ പേരിൽ ഒരു വ്യാപാരി പ്രമുഖൻ മാത്രമേ ആ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. സുൽത്താൻ വ്യാപാരി പ്രമുഖന്റെ മാളികയിൽ ചെന്നു. ആരാണെന്ന് പോലും ചോദിക്കാതെ അയാൾ സുൽത്താനെ സ്വീകരിച്ച് ഭക്ഷണം നൽകിയിട്ട് വിശ്രമിക്കാൻ ക്ഷണിച്ചു. സുൽത്താൻ സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു: എൻ്റെ അച്ഛന് മുബാറക് എന്നു പേരുള്ള ഒരടിമയുണ്ടായിരുന്നു. അയാളെ അന്വേഷിച്ചാണ് ഞാൻ കെയ്റോയിൽ വന്നത്. ഇത് കേട്ട് മുബാറക് സുൽത്താന്റെ പാദങ്ങളിൽ പ്രണമിച്ചു. ഞാനാണ് അങ്ങയുടെ പിതാവിൻ്റെ അടിമ. ഇപ്പോൾ അങ്ങയുടെയും അടിമ തന്നെ. എന്തു വേണമെങ്കിലും എന്നോട് കൽപ്പിക്കാം. സൈൻ മുബാറക്കിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ ആഗമനോദ്ദേശം വ്യക്തമാക്കി. ഞാൻ സഹായിക്കാൻ യജമാനെ. യജമാന്റെ ഉത്തരവ് അനുസരിക്കേണ്ടത് അടിമയുടെ കർത്തവ്യമാണ്, മുബാറക് പറഞ്ഞു. നിങ്ങളിപ്പോൾ അടിമയല്ല, നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഉടനെ നമുക്ക് 7ാമത്തെ പ്രതിമയെ കണ്ടുപിടിക്കണം, സൈൻ പറഞ്ഞു. പക്ഷേ അതത്ര എളുപ്പമല്ല. പലതരം വിപത്തുകളെ നേരിടേണ്ടി വരും. 3 ദ്വീപുകളിലെ മൂപ്പന്റെ പക്കലാണ് ആ പ്രതിമ ഇപ്പോഴുള്ളത്. അവിടെ എല്ലാവർക്കും പ്രവേശനമില്ല. മന്ത്രശക്തി കൊണ്ടേ അവിടെ എത്തിച്ചേരാൻ ഒക്കൂ. എനിക്ക് മന്ത്രം വശമുണ്ട്, പക്ഷേ യാത്ര അപകടം പിടിച്ചതാണ്. ഏതപകടവും നേരിടാൻ ഞാൻ തയ്യാറാണ്, സൈൻ പറഞ്ഞു. മുബാറക് അടിമകളോട് പറഞ്ഞ് യാത്രയ്ക്ക് ആവശ്യമുള്ളതെല്ലാം പെട്ടെന്ന് തയ്യാറാക്കി. ഒരു നീണ്ട യാത്രയായിരുന്നു. മലകളും മരുഭൂമിയും സമതലങ്ങളും പിന്നിട്ട് വിശാലമായൊരു പുൽമേട്ടിലെത്തിയപ്പോൾ അടിമകളോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് മുബാറക് സുൽത്താനോടൊപ്പം കാൽനടയായി സഞ്ചരിച്ചു. ഉയരം കൂടിയ ഒരു മലയുടെ ചുവട്ടിലെത്തിയപ്പോൾ മുബാറക് ഒരു പഴയ ഗ്രന്ഥമെടുത്ത് ഏതോ ഭാഷയിലുള്ള ചില വരികൾ വായിച്ചു. പർവ്വതം ഒന്ന് കുലുങ്ങി. എന്നിട്ട് അത് നെടുകെ 2ആയി പിളർന്നു. ഒരാൾക്കു കടന്നുപോകാൻ മാത്രം വീതിയുള്ള വിടവുണ്ടായി. ആ വിടവിലൂടെ മുബാറക് മുന്നിലും സുൽത്താൻ പിന്നിലുമായി നടന്നു. ഭീതിജനകമായ ആ യാത്ര 1 മണിക്കൂർ നീണ്ടുനിന്നു. അവർ അപ്പുറത്തെത്തിയപ്പോൾ മല വീണ്ടും ഒന്നായി ചേർന്നു. കടൽ പോലെ വിസ്തൃതമായൊരു തടാകവും അതിനപ്പുറത്ത് 3 ദ്വീപുകളും കണ്ട് മുബാറക് പറഞ്ഞു: അതാ, ആ കാണുന്ന ദ്വീപുകളാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ എത്തുന്നതെങ്ങനെ? സെയിൻ ചോദിച്ചു. അതു പ്രയാസമുള്ള കാര്യമല്ല, മുബാറക് പറഞ്ഞു. പക്ഷേ ഒന്നുണ്ട്, എന്തു കണ്ടാലും അങ്ങ് അത്ഭുതപ്പെടരുത്. ഒരു വഞ്ചി ഇപ്പോൾ വരും. വഞ്ചിക്കാരന്റെ രൂപം
വിചിത്രമായിരിക്കും. വഞ്ചിയിൽ കയറിയാൽ ഒരക്ഷരം ഉരിയാടാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ വഞ്ചി മുങ്ങിപ്പോകും. ഉടനെ ഒരു വഞ്ചി അവരുടെ അടുത്തെത്തി. അത് ദൂരെ നിന്ന് വരുന്നത് ആരും കണ്ടില്ല. ആകാശത്തു നിന്നും വന്നിറങ്ങിയതുപോലെ, അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്നും പൊങ്ങി വന്നതുപോലെ പൊടുന്നനെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത്. ചന്ദനമരത്തിൽ കടഞ്ഞെടുത്ത ആ വഞ്ചി തുഴഞ്ഞിരുന്നത് മനുഷ്യന്റെ ഉടലും ആനയുടെ തലയുമുള്ള ഒരു ജീവിയായിരുന്നു. ആ രൂപം തുമ്പിക്കൈ കൊണ്ട് രണ്ടുപേരെയും തൂക്കിയെടുത്ത് വഞ്ചിയിലിരുത്തി. വലിയ ചെവി കാറ്റിനു നേരെ തിരിച്ചു പിടിച്ചപ്പോൾ വഞ്ചി പക്ഷിയെപ്പോലെ പാഞ്ഞു. ഒരു ദ്വീപിന് സമീപം വഞ്ചി അടുത്തു. യാത്രക്കാരെ കരക്കിറക്കിയിട്ട് വഞ്ചിക്കാരൻ അപ്രത്യക്ഷനായി. മുബാറക് സുൽത്താന്റെ കൈപിടിച്ച് ദ്വീപിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. കുറെ ദൂരം നടന്നപ്പോൾ വൻമരങ്ങളാൽ ചുറ്റപ്പെട്ട 4 ചുറ്റും കിടങ്ങുകൾ കൊണ്ട് സുരക്ഷിതമാക്കിയ ഒരു കൊട്ടാരം കണ്ടു. കിടങ്ങിന് കുറുകെയുള്ള പാലത്തിനപ്പുറം നിന്ന് മുബാറക് പറഞ്ഞു, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മൂപ്പന്റെ അനുമതി വേണം. ഞാൻ മൂപ്പനെ വിളിക്കാം. അതിനു മുമ്പ് മന്ത്രം കൊണ്ട് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തണം. അദ്ദേഹം കനിഞ്ഞാൽ മാന്യനായൊരു ഷെയ്ഖിന്റെ രൂപത്തിൽ വന്ന് നമ്മെ സഹായിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരജീവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഏതു രൂപത്തിൽ വന്നാലും അങ്ങ് അദ്ദേഹത്തെ വണങ്ങിയിട്ട് 7ാമത്തെ പെൺകുട്ടിയുടെ പ്രതിമ വേണമെന്നാവശ്യപ്പെടണം. മുബാറക് ഭാണ്ഡത്തിൽ നിന്നും 4 പട്ടുനാടകൾ എടുത്തു. 2 എണ്ണം സുൽത്താന് കൊടുത്തു. ഓരോന്ന് വീതം അരയിലും ചുമലിലും ചുറ്റിയിട്ട് മന്ത്രം ജപിച്ചപ്പോൾ ആകാശത്തിൽ കാർമേഘം ഉരുണ്ടുകൂടി. സൂര്യൻ മറഞ്ഞു. കൊടുങ്കാറ്റടിച്ചു. ഇടിയും മിന്നലും ഉണ്ടായി. അതെല്ലാം കണ്ട് സെയിൻ വിരണ്ടുപോയെങ്കിലും ഭയം പുറത്തു കാണിക്കാതെ ധൈര്യം നടിച്ചു നിന്നു. ദ്വീപുകളുടെ മൂപ്പൻ പ്രത്യക്ഷപ്പെട്ടു. വാർദ്ധക്യം ബാധിച്ചതെങ്കിലും ആകർഷകമായ ആ രൂപം കണ്ട് സെയിൻ എഴുന്നേറ്റ് വണങ്ങിയിട്ട് സന്ദർശനോദ്ദേശം വിവരിച്ചു. പിതൃനിർവിശേഷമായ വാത്സല്യത്തോടെ വൃദ്ധൻ പറഞ്ഞു, എന്റെ പ്രിയ സ്നേഹിതനായിരുന്നു നിന്റെ അച്ഛൻ. എന്നെ കാണാൻ വന്നിരുന്നപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തിന് ഓരോ പ്രതിമ സമ്മാനിച്ചിരുന്നു. നിനക്ക് ഞാനൊരു പ്രതിമ നിന്റെ കൊട്ടാരത്തിലുള്ളവയേക്കാൾ 1000 മടങ്ങ് ഭംഗിയുള്ള ഒരെണ്ണം തരാം. പക്ഷേ അതിനു പകരം നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്തു വേണമെങ്കിലും ചെയ്യാം. എനിക്കുള്ളതെല്ലാം ഞാൻ അങ്ങേക്കു തരാം, സെയിൻ പറഞ്ഞു. പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്നത് കിട്ടാൻ എളുപ്പമല്ല. 15 വയസ്സായ ഒരു പെൺകുട്ടിയെ, സർവാംഗ സുന്ദരിയും കന്യകയുമായ ഒരുവളെയാണ് എനിക്ക് വേണ്ടത്. ഇത്രയുള്ളോ? സെയിൻ അത്ഭുതത്തോടെ ചോദിച്ചു. 15 വയസ്സുള്ള സുന്ദരിമാരായ കന്യകമാർ എത്ര വേണമെങ്കിലും എന്റെ നാട്ടിലുണ്ട്. അത് കേട്ട് വൃദ്ധൻ പൊട്ടിച്ചിരിച്ചു. എന്റെ കുട്ടി, ഈ ഭൂമിയിൽ പലരോടും ഞാൻ ആവശ്യപ്പെട്ടതാണ്. ആർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. യുവതികളെല്ലാം കന്യകമാരാണെന്നാണോ നിന്റെ വിചാരം? കന്യകമാരാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്ത്രീകൾക്കു കഴിയും. അതിനെക്കുറിച്ച് നിനക്കുള്ള അറിവ് തുലോം പരിമിതമാണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടി കന്യകയാണോ എന്ന് അവൾ അറിയാതെ, ശരീരത്തിൽ സ്പർശിക്കുകയോ വിവസ്ത്രയാക്കുകയോ ചെയ്യാതെ കണ്ടുപിടിക്കാനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. വൃദ്ധൻ അകത്തുപോയി ഒരു കണ്ണാടി എടുത്തുകൊണ്ടുവന്നു. സ്ത്രീ പുരുഷ സ്പർശമേറ്റവളാണോ അല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ. നമ്മൾ മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ ഈ കണ്ണാടി ഉപകരിക്കും. 15 വയസ്സ് പ്രായമുള്ള ഏതെങ്കിലും ഒരു സൗന്ദര്യത്തിടമ്പിനെ കണ്ടുമുട്ടിയാൽ അവൾ കന്യകയാണെന്ന് അവകാശപ്പെട്ടാൽ ഈ കണ്ണാടിയിൽ നോക്കണം. കന്യകയല്ലെങ്കിൽ കണ്ണാടിയിലെ രൂപം അവ്യക്തമായിരിക്കും. നേരെ മറിച്ച് പെൺകുട്ടി കന്യകയാണെങ്കിൽ സുവ്യക്തമായ നഗ്നരൂപം അതിൽ കാണാനാകും. കണ്ണാടി സെയിനിന്റെ കയ്യിൽ കൊടുത്തിട്ട് വൃദ്ധൻ പറഞ്ഞു, നിന്റെ ഉദ്യമം വിജയിക്കാൻ ദൈവം അനുഗ്രഹിക്കും. നീ അന്വേഷിക്കുന്ന പെൺകുട്ടി സുന്ദരിയായിരിക്കണം. കന്യകാത്വം എന്നത് സൗന്ദര്യമാണെന്ന് ഓർക്കണം. ഈ കണ്ണാടി നഷ്ടപ്പെടുത്താൻ പാടില്ല. മൂപ്പനോട് അനുമതി വാങ്ങി സെയിനും മുബാറക്കും മടങ്ങിപ്പോന്നു.
ആനത്തലയുള്ള വഞ്ചിക്കാരന്റെ സഹായത്തോടെ തടാകം കടന്ന് പർവ്വതം പിളർന്നുണ്ടായ വിടവിലൂടെ നടന്ന് പുൽമേട്ടിലെത്തി അടിമകളുമായി മുബാറക്കിന്റെ ബംഗ്ലാവിൽ ചെന്ന് വിശ്രമിച്ചു. ഞാൻ ബസ്രയിലോ ബാഗ്ദാദിലോ പോയി ഒരു കന്യകയെ കൊണ്ടുവരാം എന്ന് സുൽത്താൻ പറഞ്ഞപ്പോൾ മുബാറക് ചോദിച്ചു, അത്രയും ദൂരം പോകണമെന്നുണ്ടോ? ഇവിടെ കൈറോയിൽ പെൺകുട്ടികളില്ലേ? മുബാറക് ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധയായ ഒരു വൃദ്ധയെ വിളിച്ച് നല്ലൊരു തുക സമ്മാനിച്ചിട്ട് തന്റെ ആവശ്യം അറിയിച്ചു. തന്റെ യജമാനന്റെ മകന് വിവാഹം കഴിക്കാനാണ് പെൺകുട്ടിയെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. യജമാനൻ വിഷമിക്കേണ്ട, 15 വയസ്സുള്ള സുന്ദരിമാർ എത്ര വേണമെങ്കിലും എന്റെ പക്കലുണ്ട്. അവരിൽ ഒരാളെ തെരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് വൃദ്ധ പോയി. അടുത്ത ദിവസം തന്നെ അവർ ഏതാനും പെൺകുട്ടികളുമായി വന്നു. മൂടുപടം അണിഞ്ഞിരുന്ന അവർ ഓരോരുത്തരായി സൈനിന്റെയും മുബാറക്കിന്റെയും മുന്നിൽ നിന്നു. ഒറ്റനോട്ടത്തിൽ അവരെല്ലാം കന്യകമാർ തന്നെയെന്ന് ആരും സമ്മതിക്കും. പക്ഷേ കണ്ണാടിയെ പറ്റിക്കാൻ സാധ്യമല്ലല്ലോ. ആ സംഘത്തിൽ ഒരാളും കന്യകയല്ലെന്നായിരുന്നു കണ്ണാടി വിധിച്ചത്. പെൺകുട്ടികളെ തങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെന്ന് അവർ വൃദ്ധയോട് പറഞ്ഞു. തിരസ്കരിക്കാനുള്ള യഥാർത്ഥ കാരണം മാത്രം അറിയിച്ചില്ല. വൃദ്ധ വേറെ ഏതാനും പെൺകുട്ടികളെ കൊണ്ടുവന്നു. അവരും പരീക്ഷണത്തിൽ പരാജയമണഞ്ഞതേയുള്ളൂ. തുടർന്ന് മുബാറക്കും സുൽത്താനും സിറിയയിലേക്ക് പോയി. അവിടെ ഒരു ബംഗ്ലാവ് വാടകയ്ക്കെടുത്ത് താമസിച്ച് കന്യകമാരെ തിരഞ്ഞു. ധാരാളം സുന്ദരിമാരെ പരീക്ഷണ വിധേയരാക്കി ഉപേക്ഷിച്ചു. ഇനി നമുക്ക് ബാഗ്ദാദിലേക്ക് പോകാം, സൈൻ നിർദ്ദേശിച്ചു. മുബാറക്കും സുൽത്താൻ സൈനും ടൈഗ്രിസ് നദിക്കരയിലെ ഒരു ബംഗ്ലാവിൽ നിരവധി ബാല്യക്കാരും അടിമകളുമൊക്കെയായി ആഡംബരപൂർണമായ ജീവിതം നയിച്ചു. ദാനധർമ്മങ്ങൾ ചെയ്ത് നാട്ടുകാരുടെ പ്രീതി നേടി. അസൂയാലുവായ ഒരു ഇമാം അബൂബക്കർ ആ നാട്ടിലുണ്ടായിരുന്നു. തനിക്ക് പണമില്ലാത്തതുകൊണ്ട് മാത്രം അയാൾ പണക്കാരെ ശത്രുക്കളായി കണക്കാക്കി. നഗരത്തിലെ നവാഗതരായ പ്രഭുക്കന്മാരെ കുറിച്ച് ഒരു ദിവസം അയാൾ പള്ളിയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: അടുത്ത കാലത്ത് പുറംനാട്ടിൽ നിന്ന് ചിലരിവിടെ പണം ദൂർത്തടിക്കുന്നത് അറിയാമല്ലോ. മോഷ്ടിച്ചോ കൊള്ളയടിച്ചോ സമ്പാദിച്ച പണമായിരിക്കണം. അവരുടെ സഹായം സ്വീകരിക്കുന്നത് തെറ്റാണ്. അവരോട് നമ്മൾ സഹകരിക്കാൻ പാടില്ല. ഖലീഫ അറിഞ്ഞാൽ നമ്മെ കുറ്റപ്പെടുത്തും. നാട്ടുകാർ അതിനോട് യോജിച്ചു. അത് കേട്ടറിഞ്ഞ മുബാറക് ഇമാം അബൂബക്കറുടെ വീട്ടിൽ പോയി 500 സ്വർണ്ണ ദിനാർ അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു: ബഹുമാനപ്പെട്ട ഇമാം, ഞാൻ അമീർ സൈനിന്റെ കാര്യസ്ഥനാണ്. ഇവിടത്തെ മുഖ്യ പൗരനായ ഇമാമിന് ഒരു കാഴ്ചദ്രവ്യം 500 ദിനാർ അമീർ തന്നയച്ചിട്ടുണ്ട്. ഇത് തീരെ കുറഞ്ഞു പോയെന്നറിയാം. അള്ളാഹു അനുഗ്രഹിച്ചാൽ കൂടുതൽ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം. ഞങ്ങൾക്ക് ഇമാമിന്റെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. പണം കിട്ടിയപ്പോൾ ഇമാമിന് സന്തോഷമായി. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അമീറിന് എന്തു സഹായവും ഞാൻ ചെയ്യാമല്ലോ. അന്നു തന്നെ പള്ളിയിൽ ചെന്ന് അബൂബക്കർ പ്രസംഗിച്ചു: സുഹൃത്തുക്കളെ, അയൽനാട്ടുകാരായ ചിലരെപ്പറ്റി ഞാൻ ചിലത് പറഞ്ഞിരുന്നല്ലോ. അതൊരു തെറ്റിദ്ധാരണയുടെ ഫലമാണ്. അവരെപ്പോലെ ഉദാരമനസ്കരും സൽബുദ്ധികളുമായവർ ചുരുക്കം. ബസ്രയിൽ നിന്നോ മറ്റോ വന്നിട്ടുള്ള പ്രഭുക്കന്മാരാണവർ. അവർ നമ്മുടെ നാട്ടിൽ അതിഥികളായി എത്തിയത് നമ്മുടെ ഭാഗ്യം. അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. തുടർന്ന് ഇമാം സൈനിന്റെ വീട്ടിൽ ചെന്നു. സുൽത്താൻ അയാളെ സ്വീകരിച്ചിരുത്തി. കുശല പ്രശ്നങ്ങൾക്കിടയിൽ ഇമാം ചോദിച്ചു: യജമാനൻ ഈ നാട്ടിൽ വരാനുള്ള കാരണം എന്താണാവോ? സൈൻ പറഞ്ഞു: എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങിയതാണ്. 15 വയസ്സുകാരിയും സുന്ദരിയുമായ ഒരു കന്യകയെ എനിക്ക് വേണം. ഈജിപ്തിലും സിറിയയിലും അന്വേഷിച്ചു. അത്തരമൊരു വധുവിനെ കിട്ടിയില്ല. ബാഗ്ദാദിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. അള്ളാഹുവാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്. നിങ്ങൾ എന്നെ സഹായിക്കണം.
താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു വധുവിനെ കിട്ടാൻ എളുപ്പമല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു അപൂർവ രത്നം എവിടെയുണ്ടെന്ന് എനിക്കറിയാം, ഇമാം പറഞ്ഞു. വാസ്തവമാണോ? പുരുഷസ്പർശമേൽക്കാത്ത കന്യകയാണോ അവൾ? അതെ, അക്കാര്യത്തിൽ സംശയമില്ല. എങ്കിലും എന്നോട് ദേഷ്യപ്പെടുകയില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പെൺകുട്ടി കന്യകയാണോ എന്ന് വിവാഹത്തിനു മുമ്പ് അവിടത്തേക്ക് തീർച്ചയാക്കാൻ ഒക്കുമോ? പെൺകുട്ടിയെ ഒരു നോക്ക് കണ്ടാൽ മതി, ഞങ്ങൾ തീർച്ചയാക്കാം എന്ന മറുപടി കേട്ട് അത്ഭുതത്തോടെ ഇമാം അവിടെ നിന്ന് പോയി. കന്യകയെക്കുറിച്ച് ഇമാം പറഞ്ഞത് വാസ്തവമായിരുന്നു. ബാഗ്ദാദിലെ മുഖ്യ ഇമാമിന് ഒരു മകളുണ്ട്, ലോകൈക സുന്ദരി. കറുത്ത കണ്ണുകളും ചന്ദ്രബിംബം പോലെ തിളങ്ങുന്ന കരതലങ്ങളും പാദങ്ങളുമാണ് അവൾക്ക്. പരപുരുഷന്മാരെ കാണിക്കാതെയാണ് അവളെ വളർത്തിയത്. അബൂബക്കർ മുഖ്യ ഇമാമിനെ കണ്ടു വണങ്ങിയിട്ട് സൈനിന്റെ ആവശ്യം അറിയിച്ചു. മകൾക്ക് വിവാഹ അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത് ധനാഢ്യനും സുന്ദരനുമായ ഒരു യുവാവാണെന്നും സ്ത്രീധനമായി എന്തു വേണമെങ്കിലും നൽകുമെന്നും പറഞ്ഞു. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. വിവാഹത്തിനു മുമ്പ് അയാൾക്ക് പെൺകുട്ടിയെ ഒരു നോക്ക് കാണണം. മൂടുപടമണിഞ്ഞു കണ്ടാൽ മതി. പെൺകുട്ടിയുടെ അച്ഛൻ കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതിൽ തെറ്റില്ല. ഉടനെ ഭാര്യ ലത്തീഫയോട് പെൺകുട്ടിയുമായി അബൂബക്കറെ അനുഗമിക്കാൻ നിർദ്ദേശിച്ചു. ലത്തീഫ മകളെ അണിയിച്ചൊരുക്കി മൂടുപടമിട്ട് അവളുടെ കൈപിടിച്ച് അബൂബക്കറുടെ 10 അടി പിന്നിലായി നടന്നു. സൈൻ താമസിച്ചിരുന്ന ബംഗ്ലാവിലെത്തി. സ്വന്തം പിതാവിനെയല്ലാതെ മറ്റൊരു പുരുഷനെ അന്നോളം കണ്ടിട്ടില്ലാത്ത ആ സുന്ദരി സൈനിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി. കപടനാട്യം വശമില്ലാതിരുന്ന അവൾ യുവാവിനെ സൂക്ഷിച്ചു നോക്കി നിന്നു. സൈൻ കണ്ണാടിയിൽ നോക്കി. കളങ്കമില്ലാത്ത അവളുടെ മേനിയഴക് കണ്ണാടിയിൽ പ്രതിഫലിച്ചു. മറ്റാരും കണ്ടിട്ടില്ലാത്ത അവളുടെ നഗ്നത താൻ ഒരു അജുംബിത പുഷ്പമാണെന്ന് വിളിച്ചറിയിച്ചു. സൈൻ ഉടനെ വിവാഹത്തിന് സന്നദ്ധനായി. കരാർ ഉറപ്പിച്ചു. ന്യായാധിപനും സാക്ഷികളും വന്നു. ഉടമ്പടി ഒപ്പുവെച്ചു. അത്യാഡംബരപൂർവം വിവാഹം ആഘോഷിച്ചു. അതിഥികൾ പിരിഞ്ഞുപോയപ്പോൾ സുൽത്താൻ സൈൻ അബൂബക്കറോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞങ്ങൾ ദൂരെ ഒരിടത്തേക്ക് യാത്ര പോവുകയാണ്. നിങ്ങൾക്കിതാ എൻ്റെ ഒരു സമ്മാനം, 10,000 ദിനാറുണ്ട്. ഞങ്ങൾ ബസ്രയിൽ എത്തിച്ചേർന്നാൽ കൂടുതൽ തരാം. അവിടെ എൻ്റെ കാര്യസ്ഥനായി നിങ്ങളെ നിയമിക്കാം. പെൺകുട്ടിയെയും കൂട്ടി സൈനും അബൂബക്കറും സംഘവും 3 ദ്വീപുകളിലേക്ക് യാത്ര തിരിച്ചു. വളരെ നീണ്ട യാത്രയായിരുന്നു. അതിനിടെ പെൺകുട്ടി നവവരന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി. സൈനിന്റെ ഹൃദയം അവളോടടുക്കാൻ വെമ്പൽ കൊണ്ടു. പക്ഷേ 3 ദ്വീപുകളിലെ മൂപ്പനോടുള്ള പ്രതിജ്ഞ നിറവേറ്റണമല്ലോ എന്നോർത്ത് സ്വയം നിയന്ത്രിച്ചു. അവസാനം അവർ ആ ദ്വീപിലെത്തി മൂപ്പനെ കണ്ട് പെൺകുട്ടിയെ കാഴ്ചവെച്ചു. കണ്ണാടി തിരിച്ചു കൊടുത്തു. വൃദ്ധൻ കണ്ണാടിയിൽ നോക്കിയതേയില്ല. പെൺകുട്ടിയുടെ മുഖത്ത് കുറെ നേരം ദൃഷ്ടിയുറപ്പിച്ചു നിന്നതിനു ശേഷം സൈനിനെ ആശ്ലേഷിച്ചു. ഇത്തരമൊരു പെൺകുട്ടിയെയാണ് എനിക്ക് ആവശ്യം. ഇവൾ സുന്ദരിയാണ്, കന്യകയാണ്. ഇനി നിനക്ക് മടങ്ങിപ്പോകാം. കൊട്ടാരത്തിലെ ഗ്രന്ഥപുരയിലെത്തുമ്പോൾ 7ാമത്തെ പ്രതിമ യഥാസ്ഥാനത്തുണ്ടാകും. ഈ പെൺകുട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് നിനക്ക് പോകാം. അത് കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. വൃദ്ധനുമായുള്ള കരാർ പാലിക്കാതെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് സൈൻ അവളെ വിവാഹമോചനം നടത്തിയതായി അറിയിച്ചിട്ട് ദുഃഖത്തോടെ മടങ്ങിപ്പോയി. ബസ്രയിലെത്തിയിട്ടും സുന്ദരിയെ നഷ്ടപ്പെട്ടതിലുള്ള സൈനിന്റെ ദുഃഖം ശമിച്ചില്ല. ഗ്രന്ഥപുരയിലേക്ക് പോകാൻ പോലും അയാൾ മടിച്ചു. ഒടുവിൽ മുബാറക്കിന്റെ നിർബന്ധം കൊണ്ട് മാത്രം അങ്ങോട്ട് പോയി. പ്രതിമകൾ ഇരുന്ന അറ തുറന്ന് അകത്തു പ്രവേശിച്ചു. രത്നനിർമ്മിതമായ 6 പ്രതിമകളും അവിടെയുണ്ടായിരുന്നു. 7ാമത്തെ പ്രതിമയുടെ സ്ഥാനത്ത് രത്നത്തേക്കാൾ ശോഭയോടെ ഒരു നഗ്നസുന്ദരി നിന്നിരുന്നു. സന്തോഷം കൊണ്ട് ഒരക്ഷരം മിണ്ടാനാവാതെ നിന്ന സൈനിനോട് അവൾ പറഞ്ഞു, ഇതു ഞാനാണ്. എന്നേക്കാൾ വിലയുള്ള പ്രതിമയെയാണ് അങ്ങിവിടെ പ്രതീക്ഷിച്ചതെന്ന് തോന്നുന്നു.
അല്ലാഹു ആണേ, എനിക്ക് തൃപ്തിയായി, സൈൻ പറഞ്ഞു. ഈ 6 പ്രതിമകളെക്കാളും 1000 മടങ്ങ് വില പിടിച്ചതാണ് 7ാമത്തേതെന്ന് അച്ഛൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. ആ നിമിഷം ഇടിമുഴങ്ങി, ഭൂമി കുലുങ്ങി. ദ്വീപുകളുടെ മൂപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് സൈനിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ജനിച്ചത് മുതൽ എൻ്റെ സംരക്ഷണയിലാണ്. നിന്റെ സന്തോഷത്തിനു വേണ്ടി നിന്റെ അച്ഛനോട് ചെയ്ത വാഗ്ദാനം പാലിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. സൗന്ദര്യവും കന്യകാത്വവും രത്നങ്ങളെക്കാൾ വിലപിടിച്ചതാണ്. സൈനിന്റെ മൂർധാവിൽ ചുംബിച്ച് അനുഗ്രഹിച്ചിട്ട് വൃദ്ധൻ മറഞ്ഞു. പെൺകുട്ടിയും സുൽത്താൻ സൈനും ജീവിതാന്ത്യം വരെ പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞു. ഷഹ്റസാദ് കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു.